എപ്പോഴും CSK ആണെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഏറ്റവും ആദ്യം വരുന്ന പേരുകളാണ്. പക്ഷേ ഇത്തവണ ഒട്ടും തന്നെ നമുക്ക് അവരെ ആ ഒരു അത്രത്തോളം ഫോമിൽ കാണാൻ സാധിക്കും. കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ. അത് അതിൻ്റെ കൂടെ ഗൗതം ഗംഭീർ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. 2 തവണ ഓൾറെഡി ക്യാപ്റ്റനായിട്ട് KKRനെ ജയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം KKR ടീമിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ടീമിനെ എങ്ങനെ അദ്ദേഹത്തിന് അത് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ എത്തിക്കണമെന്നറിയാം. KKR ടീം ഇതുപോലെ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു എക്സ് ഫാക്ടർ ക്രിക്കറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്, ഗെയിം ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ മാച്ച് വിന്നേഴ്സ് ഉള്ളത് കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഈ 2 പേരാണ് SRHന് വേണ്ടി ഏറ്റവും ഉഗ്രനായിട്ട് ആ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നത്. ഒട്ടും തന്നെ നമ്മളധികം ഒരുപാടൊന്നും സംസാരിക്കപ്പെടാത്തൊരു പേരായിരുന്നു, ഒരു ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് അയ്യർ. വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു വിജയവും റിസൾട്ടും കപ്പുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് KKR ടീമിന് വളരെ സ്ട്രെങ്തോടു കൂടി ആ ഒരു ടീമിനെ തന്നെ പ്രതീക്ഷിക്കാം. വളരെ ഗംഭീരമായിട്ട് എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന ഒരു IPL സീസൺ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ IPL പോലത്തെ ടൂർണമെൻറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ട ഒരു വലിയൊരു ടൂർണമെൻറ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം ഇതുപോലെ ഒരുപാട് ഫേവറേറ്റ്സിനെ പറഞ്ഞാലും നമുക്ക് ഫേവറേറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എപ്പോഴും CSK ആണെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഏറ്റവും ആദ്യം വരുന്ന പേരുകളാണ്. പക്ഷേ ഇത്തവണ ഒട്ടും തന്നെ നമുക്ക് അവരെ ആ ഒരു അത്രത്തോളം ഫോമിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ KKRനെ സംബന്ധിച്ച് വരുമ്പോൾ ആദ്യം തൊട്ട് തന്നെ വളരെയധികം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ക്രിക്കറ്റാണ് അവർ കളിച്ചിരുന്നത്. ടീമിൻ്റെ ഒരു ഘടന എടുത്ത് നോക്കുമ്പോൾ തന്നെ ബാറ്റിംഗ് ആണെങ്കിലും ഓൾറൗണ്ടേഴ്സ് ആണെങ്കിലും സ്പിന്നേഴ്സ്, ബോളിംഗ് യൂണിറ്റ് എല്ലാം വളരെയധികം ശക്തമായിരുന്നു എന്ന് വേണം പറയാൻ. കൂടെ ഗൗതം ഗംഭീർ എന്ന മെൻറ്റർ വരുന്നു, ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന ആ ഒരു എക്സ്പീരിയൻസ് അവിടെയുണ്ട്. അത് ശ്രേയസ് അയ്യറിലൂടെ ഓൺ ദ ഫീൽഡിലൂടെ അവർ ആ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നടത്തിയപ്പോൾ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് ഈ IPL കളിച്ചു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ. അദ്ദേഹം ഇതുപോലത്തെ ഫസ്റ്റ് ക്ലാസ് ടീമുകളൊക്കെ ഒരുപാട് ചാമ്പ്യൻഷിപ്പിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതാണ് തീർച്ചയായിട്ടും ആ ടീമിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗൗതം ഗംഭീർ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. 2 തവണ ഓൾറെഡി ക്യാപ്റ്റനായിട്ട് KKRനെ ജയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം KKR ടീമിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ടീമിനെ എങ്ങനെ അദ്ദേഹത്തിന് അത് ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ എത്തിക്കണമെന്നറിയാം. കൂടാതെ അവിടെ അസിസ്റ്റൻ്റായിട്ട് അഭിഷേക് നായർ എന്ന കോച്ചുമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു എക്സ്പീരിയൻസ് ഒരുമിച്ച് വന്ന സമയത്ത് വളരെ നന്നായിട്ട് അത് ക്ലിക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. 3 പേരും വളരെ നന്നായിട്ട് ഒരൊറ്റ ഫോക്കസ്, അതായത് ജയത്തിന് വേണ്ട ഫോക്കസ് ആ ടീം മെമ്പേഴ്സിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ടും റിസൾട്ടുമാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഒരു ഉഗ്രൻ തീരുമാനം എന്ന് ഞാൻ പറയൂ. ആ ഒരു മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് സപ്പോർട്ട് സ്റ്റാഫ് മാനേജ്മെൻറ്റ് ഇത്ര ഗംഭീരമായിട്ട് ആ ഒരു 3 പേരെ കറക്റ്റ് യൂണിറ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിരിക്കുന്നു. ഒരു സംശയവുമില്ല, സുനിൽ നാരായൺ തന്നെയാണ് കാര്യം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഏകദേശം എനിക്ക് തോന്നുന്നു 488 റൺസാണ് അദ്ദേഹം ബാറ്റ് കൊണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ 15 വിക്കറ്റിന് മുകളിലാണ് ബോളിങ്ങിലൂടെ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇത് വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു പ്ലെയർ ടീമിന് വേണ്ടി ചെയ്യുമ്പോൾ എന്തായാലും ആ ടീമിൻ്റെ വിന്നിങ് ആ ഒരു പെർസെൻറ്റേജ് കൂടി തന്നെ നിൽക്കും. പ്രത്യേകിച്ച് ഓപ്പണിംഗ് ഇറങ്ങി ഇതുപോലെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഫിയർലെസ് ആയിട്ട് അടിച്ച് കളിക്കുമ്പോൾ അത് ബാക്കി പ്ലേയേഴ്സിന് എല്ലാവർക്കും അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടുമെന്ന് വേണം പറയാൻ. എന്നാൽ ബോളിംഗ് സമയത്ത് കൃത്യമായിട്ട് ക്യാപ്റ്റൻ എപ്പോൾ ബോളിംഗ് കൊടുത്താലും ആ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു. സുനിൽ നാരായണൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ആൻഡ്രെ റസലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹവും ഇതുപോലെ ഉഗ്രനായിട്ട് ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, വിക്കറ്റിലൂടെയും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല ഗംഭീർ ആ ഒരു തീരുമാനം എടുത്തിരുന്നു, പ്രത്യേകിച്ച് സുനിൽ നാരായണ ആ ഒരു ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു തീരുമാനത്തിന് ശേഷമാണ് കംപ്ലീറ്റ്ലി ആ ഒരു KKRൻ്റെ രീതികൾ മാറി മറിഞ്ഞതായിട്ടൊന്ന് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടതാണ് ഇത്രയും അധികം എക്സ്പെൻസീവായിട്ട് എടുത്തേക്ക് വെറുതെ പോയി വെള്ളത്തിലായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രത്തോളം എക്സ്പെൻസീവ് ആയെന്നുള്ളത് നമുക്ക് അവസാനത്തെ ആ 2 മത്സരങ്ങളിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലായെന്നുള്ളതാണ് കാര്യം. ആ ഒരു എക്സ്പീരിയൻസ് ആ ക്രഞ്ച് മാച്ചിൽ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആണുള്ളത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി ഒരുപാട് മികച്ച സ്പെല്ലുകൾ ബോൾ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്സ് മിച്ചൽ സ്റ്റാർക്ക് നൽകിയിട്ടുണ്ട്. അത് അവസാനത്തെ 2 മത്സരം നോക്കിയാൽ നമുക്കറിയാം. പ്രത്യേകിച്ച് ഫൈനലിലൊക്കെ ഇത്ര കമ്പോഷറോടുകൂടി കൃത്യമായിട്ട് വളരെ നന്നായിട്ട് ആ ഓടി വന്ന് ലൈനിൽ ഉഗ്രനായിട്ട് എറിയുക, വിക്കറ്റ് എടുക്കുക, അഭിഷേകിൻ്റെ വിക്കറ്റ് എടുക്കുക, അതിന് മുമ്പ് ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് എടുക്കുക. ഈ 2 പേരാണ് SRHന് വേണ്ടി ഏറ്റവും ഉഗ്രനായിട്ട് ആ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിരുന്നത്. അവരുടെ 2 പേരുടെയും ബാറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ കളി ഒപ്പോണൻസിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും ആ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റുമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു മിച്ചൽ സ്റ്റാർക്ക് മാത്രമല്ല, പാറ്റ് കമ്മിൻസും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ആ ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവർ ഇത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസും അവസാനത്തെ ആ ഗെയിമുകളിൽ നിന്നും മനസ്സിലായി, അവരുടെ ഒരു എക്സ്പീരിയൻസ്.
KKR ടീം ഇതുപോലെ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു എക്സ് ഫാക്ടർ ക്രിക്കറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്, ഗെയിം ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ മാച്ച് വിന്നേഴ്സ് ഉള്ളത് കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം വെങ്കടേഷ് അയ്യരുടെ കാര്യം കൂടിയാണ്. കാരണം ഏത് റോൾ ടീം മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൊടുത്താലും അദ്ദേഹം അത് വളരെ നന്നായിട്ട് ഇറങ്ങി എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ടോപ്പ് ഓഫ് ദ ഓർഡർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സുനിൽ നരേൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സമയത്ത് മുംബൈ ഇന്ത്യൻസുമായിട്ട് 57-5 എന്ന സിറ്റുവേഷനിൽ നിന്നും വെങ്കടേഷ് അയ്യരും മനീഷ് പാണ്ഡെയുമാണ് അവരെ കരകയറ്റിയത്. അപ്പോൾ അതാണ് ഒരു ചാമ്പ്യൻ ടീമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും നന്നായിട്ട് പോകുമ്പോൾ ഓക്കെ നമ്മൾ ജയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകുന്നു, അല്ല, ഒരു ടീം ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഒരു ഷിപ്പ് സിങ്ക് ചെയ്യുന്ന സമയത്ത് ആരാണ് ഉയർത്തിയെടുക്കുന്നത്, അതാണ് ക്യാരക്ടറുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറേജിയസ് ആയിട്ടുള്ള ഫിയർലെസ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ് പറയുന്നത്. ആ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യർ കാണിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ത്രൂ ഔട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഗംഭീര ഇന്നിങ്സുകൾ നമ്മൾ കണ്ടാണ്, പ്രത്യേകിച്ച് സിക്സ് അടിക്കുന്ന ആ ഒരു ശൈലികൾ, ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ. ഓൾറെഡി ടീം മാനേജ്മെൻറ്റിന് നന്നായിട്ട് അറിയാം, അതായത് എല്ലാം ഒരുമിച്ച് വരണമെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻ വേണം, നല്ലൊരു തല വേണം. തല എന്ന് പറയുമ്പോൾ നമുക്ക് MSDയുടെ കാര്യം പറയാം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം ആ ഒരു കപ്പ് നേടിയിരിക്കുന്നത്. അത് അവർ ഫൈൻഡ് ചെയ്തു ശ്രേയസ് അയ്യരിൽ. കാരണം ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉണ്ട്, IPL കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, ടീമിനെ ഇതുപോലെ പ്ലേ ഓഫിൽ കൊണ്ടുവന്ന എക്സ്പീരിയൻസ് ഉണ്ട്, കൂടാതെ ഇന്ത്യക്ക് വേണ്ടിയും വളരെ ഗംഭീരമായിട്ട് കളിക്കുന്നു. ആ എക്സ്പീരിയൻസ് കൊണ്ടുവന്നു എന്നത് മാത്രമാണ്. പക്ഷേ ഒരു ഉഗ്രൻ ടീമും കൂടെ ഉണ്ടായിരുന്നു ശ്രേയസ് അയ്യറിന്. അത് കാരണം ഇനിഷ്യലി കൃത്യമായിട്ട് ഫീൽഡിലൊക്കെ വളരെ നന്നായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിച്ചു. കാരണം ബാറ്റേഴ്സൊക്കെ വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവസാനമായപ്പോഴേക്കും ശ്രേയസ് അയ്യർ ക്യാപ്റ്റനും ആ ഫോമിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഒട്ടും തന്നെ നമ്മൾ അധികം ഒരുപാടൊന്നും സംസാരിക്കപ്പെടാത്തൊരു പേരായിരുന്നു, ഒരു ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് അയ്യർ. വളരെ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഒരു വിജയവും റിസൾട്ടും കപ്പുമാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ്. കാരണം ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇതൊരു ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പ്രോസസ്സാണ്. ആ ഒരു ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആ നല്ല ഈ സീസൺ ചെയ്ത കൃത്യമായ ആ ബോക്സുകൾ വീണ്ടും ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇനിയും ആ ഒരു ടീം ബോണ്ട് ചെയ്ത് ആ യൂണിറ്റി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ടീം മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുള്ളതിൽ ഒരു സംശയവുമല്ല. അത് വീണ്ടും ആ ഒരു റെസിപ്പി കൊണ്ടുവരാൻ അത്ര പാടുള്ള കാര്യമല്ല. കാരണം മുംബൈ ഇന്ത്യൻസും CSK ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം ചാമ്പ്യൻഷിപ്പ് നേടി നമുക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ടീം മാനേജ്മെൻറ്റും അവർക്ക് ആ ഒരു സീക്രട്ട് ഫോർമുല എന്താണെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഇനിയും നമുക്ക് KKR ടീമിന് വളരെ സ്ട്രെങ്തോട് കൂടി ആ ഒരു ടീമിനെ തന്നെ പ്രതീക്ഷിക്കാം. വളരെ ഗംഭീരമായിട്ട് എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന ഒരു IPL സീസണും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം.